ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭൂപടം എന്ന അതിർത്തി രേഖകളിൽ നിന്നും നിശബ്ദമായി സർവർ റൂമുകളിലേക്കും പറിച്ചു നട്ടപ്പെട്ടിരിക്കുകയാണ്. ആകാശത്തു നിന്നും അഗ്നി വർഷിക്കുന്ന മിസൈലുകൾ കെട്ടിടങ്ങളെയും മനുഷ്യജീവനുകളെയും തകർക്കുമ്പോൾ കണ്ണുകൾക്ക് അദൃശ്യമായി മറ്റൊരു യുദ്ധം നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും സ്മാർട്ട് ഫോണുകളിലും ആളിപ്പടരുകയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധവിമാനങ്ങൾ ഗർജിക്കുമ്പോൾ അപ്പുറത്ത് കീബോർഡുകളിൽ വിരലമർത്തി സൈബർ പോരാളികൾ സാമ്പത്തിക വ്യവസ്ഥകളെയും ആരോഗ്യ മേഖലകളെയും നിശ്ചലമാക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിയുണ്ടകളിൽ നിന്ന് വൈറസുകളിലേക്കും ബങ്കറുകളിലേക്ക് നിന്നും ഡേറ്റാ സെന്ററുകളിലേക്കും പടരുന്ന പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സൈബർ വാർഫെയർ അഥവാ ഡിജിറ്റൽ യുദ്ധമുറ ഇവിടെ ശത്രു അദൃശ്യനാണ്, പക്ഷെ പ്രഹരം മാരകവുമാണ്. സൈബർ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഹണ്ടല. ഇവർ വെറും ഒരു ഹാക്കിംഗ് ഗ്രൂപ്പ് അല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി സൈബർ ലോകത്ത് അവതാരമെടുത്ത ഡിജിറ്റൽ വിപ്ലവകാരികളാണ്. ഈ ഗ്രൂപ്പിന്റെ പേരിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. 1960കളിൽ പ്രശസ്ത പലസ്തീനി കാർട്ടൂണിസ്റ്റ് നാജി അൽ അലി വരച്ച 10 വയസ്സുകാരൻ ബാലന്റെ പേരാണിത്. ലോകത്തിന് നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന കീറിയ വസ്ത്രം ധരിച്ച ആ ബാലൻ പലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമാണ്. ഈ പേര് സ്വീകരിച്ച ഹാക്കിംഗ് ഗ്രൂപ്പ് ഇന്ന് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ഉറക്കം കെടുത്തുന്ന വലിയൊരു വെല്ലുവിളിയാണ്. പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ ഇറാൻ നയിക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ സൈബർ സേനയായാണ് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. സിയോണിസ്റ്റ് ശക്തികളുടെ ക്രൂരതയ്ക്കും ഇറാനിലെ മിനാബ് സ്കൂളിന് നേരെയുണ്ടായ ഭീകര ആക്രമണത്തിനും നൽകിയ ശക്തമായ തിരിച്ചടിയാണ് സ്ട്രൈക്കർ പോലുള്ള അമേരിക്കൻ ഭീകരന്മാർക്കെതിരെയുള്ള ആക്രമണമെന്ന് ഇവർ പ്രഖ്യാപിക്കുന്നു. കേവലം ഡേറ്റ മോഷ്ടാക്കളല്ല ഇവർ. ശത്രുവിന്റെ കണ്ണുകൾക്ക് മുന്നിൽ അദൃശ്യമായ വെല്ലുവിളി ഉയർത്തുന്നതിൽ ഇവർ അസാമാന്യ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു.